ഇത് ഒരത്ഭുത കഥയാണ്. തിരുവണ്ണാമലയിൽ ഇന്നും ആളുകൾ പറയുന്ന ഒരു യഥാർത്ഥ കഥ. വൃദ്ധരായ ദമ്പതികൾ മാത്രമുള്ള ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ കഥ. മഹാദേവനെ കാണുന്നതിനായി തിരുവണ്ണാമലയിലെത്തുന്ന ഓരോ ഭക്തനും നേരിൽ കാണാൻ കഴിയുന്ന ഒരു അത്ഭുത കഥ. വൃദ്ധരായ ദമ്പതികൾ മാത്രമുള്ള ഒരു ദരിദ്ര കുടുംബം. വർഷങ്ങളായി കാലുകൾക്ക് ശക്തിയില്ലാതെ ഊന്നുവടിയുടെ സഹായത്തോടെയായിരുന്നു അയാൾ ജീവിതം നയിച്ചിരുന്നത്. കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്നല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും അദ്ദേഹം കഴിച്ചിട്ടില്ല. തീവ്രമായ വേദനയിലും മനസ്സിൽ അണയാതെ സൂക്ഷിച്ചൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും തിരുവണ്ണാമലയിൽ പോകണം, മഹാദേവനെ കാണണം. നീര് വന്നു വീർത്ത തൻ്റെ കാലുകളിലേക്ക് നോക്കി അദ്ദേഹം നെടുവീർപ്പിടും. തൻ്റെ പഴയ ആ തോൾസഞ്ചി എടുത്ത് തോളിലിട്ടു. ഊന്നുവടികളുടെ സഹായത്താൽ സാവധാനം അയാൾ മുന്നോട്ട് നീങ്ങി തിരുവണ്ണാമലയിലേക്ക്, മഹാദേവനെ കാണുന്നതിനായി. കല്ലും മണ്ണും നിറഞ്ഞ വഴികൾ, വേദനയും ക്ഷീണവും. എന്നാലും അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു. ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവസാനം തിരുവണ്ണാമലയുടെ അടിവാരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. സുന്ദരനായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കുശലം ചോദിച്ചു. അപ്പൂപ്പ, ഈ വയ്യാത്ത കാലും വെച്ച് എങ്ങോട്ടാ? തിരുവണ്ണാമലയിലേക്ക്, മഹാദേവനെ കാണാൻ, അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് ആ യുവാവ് അദ്ദേഹത്തിൻ്റെ ഊന്നുവടികൾ പിടിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. വൃദ്ധൻ നിന്നു വിറച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. കലശലായ കോപം വന്നു. എന്നിട്ട് ദേഷ്യത്തോടെ തൻ്റെ കാലുകളിലേക്ക് നോക്കി. അത്ഭുതപ്പെട്ടുപോയി. വർഷങ്ങളായി നീര് വന്ന് വീർത്ത് നടക്കാൻ പോലും കഴിയാതിരുന്ന ബലമില്ലാത്ത തൻ്റെ കാലുകൾ. പൂർണ്ണമായും സുഖമായ തൻ്റെ കാലുകൾ നോക്കി അമ്പരന്ന് നിന്നു. കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടു. യുവാവ് പുഞ്ചിരിയോടെ ആ വൃദ്ധനെ നോക്കി നിന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാൻ ആളുകൾ ഓടി അടുത്തെത്തി. അദ്ദേഹം തൻ്റെ കാലുകൾ ഉയർത്തി നോക്കി. തനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട്. ഒന്നുകൂടി ആ വൃദ്ധനെ തിരിഞ്ഞു നോക്കിയ ശേഷം ആ യുവാവ് ആൾക്കൂട്ടത്തിൽ എവിടെയോ മറഞ്ഞു. ആളുകൾ അമ്പരപ്പോടെ നോക്കി നിന്നു. ആ രാത്രിയിൽ റാന്തൽ വിളക്കുകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം സാവധാനം മല കയറി തുടങ്ങി. തിരുവണ്ണാമലയിലേക്ക്, മഹാദേവൻ്റെ സന്നിധിയിലേക്ക്. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ആ വഴിയിലൂടെ നടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയതേയില്ല. ഒരേ ഒരു മന്ത്രം, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ആയിരക്കണക്കിന് ഭക്തരോടൊപ്പം അദ്ദേഹവും മല കയറി. ക്ഷേത്ര കവാടത്തിലെത്തിയപ്പോൾ തൻ്റെ ഹൃദയം ഭക്തി കൊണ്ട് തൂവിപ്പോകുന്ന അവസ്ഥ, അനുഭൂതി അദ്ദേഹത്തിനുണ്ടായി. ദീപാരാധനാ സമയം. ലക്ഷക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു. ഭക്തർ കൈകൂപ്പി നിന്നു. അദ്ദേഹം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ നിന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്ങും നമഃശിവായ മന്ത്രം. ദീപങ്ങൾ തെളിഞ്ഞു നിന്നു. അദ്ദേഹം കണ്ണുകൾ തുറന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി. കാലങ്ങളായി മഹാദേവനെ കാണുവാനുള്ള തൻ്റെ കാത്തിരിപ്പ്, നിറവേറിയതിലുള്ള നിർവൃതി ആ മുഖത്ത് കാണാമായിരുന്നു. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ദീപാലങ്കൃതമായ തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. ദശലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നും ഉയരുന്ന ഓം നമഃശിവായ മന്ത്രം. ദീപാരാധനയ്ക്കായി ശ്രീകോവിൽ അടച്ചിരിക്കുന്നു. ഭക്തിയുടെ നിറവിൽ നിറമിഴികളോട് നിൽക്കുന്ന ഓരോ ഹൃദയത്തിലും മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മഹാദേവൻ്റെ ദർശനത്തിനായി മിഴികളുയർത്തി അദ്ദേഹം ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി. വില്ലുപത്രങ്ങൾ കൊണ്ട് അർച്ചനകൾ നടക്കുന്നു. മന്ത്രധ്വനികൾ ഉയരുന്നു. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു യുവാവ് പുഞ്ചിരി പൊഴിച്ച് കൈവീശി നിൽക്കുന്നു. വൃദ്ധൻ ഞെട്ടിപ്പോയി. ഇവനല്ലേ അത്? മലയടിവാരത്ത് താൻ കണ്ട അതേ യുവാവ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ നോക്കി കൈകൾ വീശി പുഞ്ചിരി പൊഴിച്ച് സാവധാനം ശിവലിംഗത്തിലേക്ക് ലയിച്ചു ചേർന്നു. ആ നിമിഷം ആ വൃദ്ധൻ തിരിച്ചറിഞ്ഞു, അത് മഹാദേവൻ തന്നെ. കണ്ണുകൾ നിറഞ്ഞ് കൈകൾ കൂപ്പി അയാൾ നിന്നു. ഭക്തൻ്റെ അടുത്തേക്ക് ദൈവം തന്നെ തുണയായി വരും. ഇന്നും തിരുവണ്ണാമലയിലേക്ക് വരുന്ന ഓരോ ഭക്തനും ഈ കഥ പറയുന്നു. ഇപ്പോഴും ആ വൃദ്ധൻ ക്ഷേത്രത്തിനടുത്ത് തന്നെ ജീവിക്കുന്നു. എന്നും മഹാദേവനെ കണ്ടു തൊഴുത്. വൃത്തിയുള്ള വസ്ത്രം, മനോഹരമായ പുഞ്ചിരി, സംതൃപ്തമായ മുഖഭാവം. ശംഭോ മഹാദേവ. ഒരു അത്ഭുതത്തിൻ്റെ നേർസാക്ഷിയായി. ഭക്തിയുണ്ടെങ്കിൽ ദൈവം ദൂരെയല്ല എന്ന് ഓരോ ഭക്തനും കാണിച്ചു കൊടുത്തുകൊണ്ട് തിരുവണ്ണാമലയിൽ ഇന്നും നിരവധി അത്ഭുതങ്ങൾ നടക്കുന്നു. തിരുവണ്ണാമല ഭൂമിയിലെ വെറും ഒരു സ്ഥലമല്ല. അവിടെ ദൃശ്യമാകുന്നു മഹാദേവൻ്റെ നിറഞ്ഞ സാന്നിധ്യം. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് പാർവതീദേവി ഈ പുണ്യഭൂമിയിൽ തപസ്സു ചെയ്തു. മഹാദേവനെ നേടുവാനായി കഠിനമായ ധ്യാനം അനുഷ്ഠിച്ചു. ദേവിയുടെ ഭക്തി ലോകത്തെ തന്നെ മാറ്റിയ ശക്തിയായിരുന്നു.
ദേവിയുടെ ഭക്തിയിൽ പ്രസന്നനായ ശിവഭഗവാൻ ഇവിടെ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അവിടെ ശിവനും പാർവതിയും ദിവ്യശക്തിയായി ചേർന്നു. ശക്തിയില്ലാതെ ശിവനില്ല, ശിവനില്ലാതെ ശക്തിയുമില്ല. ഭക്തിയുടെ പാരമ്യത്തിൽ ദൈവം മനുഷ്യനോടടുക്കുന്നു. ശിവഭഗവാൻ ആ സാധു ഭക്തൻ്റെ കറകളഞ്ഞ ഭക്തിയിൽ ലളിതമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തിരുവണ്ണാമല അഗ്നിലിംഗത്തിൻ്റെ സ്ഥലം. അരുണാചലമല ശിവൻ്റെ തന്നെ രൂപമെന്നും വിശ്വസിക്കപ്പെടുന്നു. നന്ദി. ഭക്തിസാന്ദ്രമായ കൂടുതൽ കഥകൾ കേൾക്കുവാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.